പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ചില വ്യക്തികൾ എന്നോട് കഴിഞ്ഞ നാളുകളിലൊക്കെ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് സിബി ഈ വലത്തു നിന്ന് ഇടത്തോട്ട് കുരിശ് വരയ്ക്കുന്നത്? പാരമ്പര്യമായിട്ട് കുരിശ് വരയ്ക്കുന്നത് നമ്മൾ ഇടത്തു നിന്ന് വലത്തോട്ടല്ലേ, ഇത് സിബി വലത്തു നിന്ന് ഇടത്തോട്ടാണല്ലോ കുരിശ് വരയ്ക്കുന്നത്, എന്ത് പറ്റി? അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കുരിശ് വരയെക്കുറിച്ച് ഒരുപാട് വൈദികരും പിതാക്കന്മാരും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് കുരിശുവര എങ്ങനെയാണ് വരയ്ക്കേണ്ടത്. പൗരസ്ത്യ രീതിയിലും പാശ്ചാത്യ രീതിയിലുമുള്ള കുരിശുവര, വലിയ കുരിശുവര, ചെറിയ കുരിശുവര, രണ്ടും ഇടത്തുനിന്ന് വലത്തോട്ടാണെങ്കിലും വലത്തുനിന്ന് ഇടത്തോട്ടാണെങ്കിലും രണ്ടും തെറ്റല്ല. രണ്ടിൻ്റേതായ പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യമാണ് പഠിപ്പിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇന്ന് നാം വീണ്ടും വചന പഠനം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഏപ്രിൽ മാസം 6-ാം തീയതി സങ്കീർത്തന പുസ്തകം 145-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനമാണ്. സങ്കീർത്തനം 145:13 ആണ് നാം ഇന്ന് പഠിക്കുന്നത്. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. നാം ഒരിക്കൽ പഠിച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നു, എങ്കിലും മറന്നുപോയ ഓരോ വ്യക്തികൾ ഈ വചനം പഠിച്ചതാണ്, വീണ്ടും മറന്നുപോയവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. 145:13 സങ്കീർത്തനം 145:13 Psalm 145:13. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. The Lord is faithful in all his words and gracious in all his deeds. വചനം പറയുകയാണ്, The Lord is faithful in all his words and gracious in all his deeds. ദൈവം, കർത്താവായ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്, പ്രവൃത്തികളിൽ കാരുണ്യവാനാണ്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. അവിടുത്തെ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നുണ്ട്, നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇനി നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും. വിശുദ്ധ ഗ്രന്ഥത്തിൽ 8000-ൽ പരം വാഗ്ദാനങ്ങളുണ്ട്. ഇതെല്ലാം എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വിശ്വാസത്തോടെ അവിടുത്തെ വാഗ്ദാനങ്ങളിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിച്ച് ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഈ ഈസ്റ്റർ കഴിഞ്ഞ ഈ പുതിയ ദിവസത്തിൽ ഉദ്ധിതനായ കർത്താവിൻ്റെ വലിയ സമാധാനവും കൃപയും നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.